നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എന്താ പറയാൻ പോകണമെന്ന് വെച്ചാൽ മുട്ടുവേദന. ശരിക്കും മുട്ടുവേദന എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ജോയിന്റ് ആണ്, നമ്മുടെ ശരീരത്തിലെ ജോയിന്റ് ആണ്. ശരിക്കും ജോയിന്റ് എന്ന് വെച്ചാൽ എല്ലാം ജോയിന്റ് തന്നെ. കാൽമുട്ട്, കൈമുട്ട്, പിന്നെ ഓരോ ഭാഗം, നമ്മുടെ എല്ലാ വിരലുകളിലടക്കം കുറെ ജോയിന്റുകൾ നമ്മുടെ ശരീരത്തിലുണ്ട്. അപ്പൊ നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ അതിനുള്ള ആരോഗ്യം ഉണ്ടായിരുന്നു. നമുക്ക് വെയിറ്റ് കൂടി വരുമ്പോഴാണ് ഈ മുട്ടുവേദന കൂടുതൽ നമ്മളെ ബുദ്ധിമുട്ടിലാക്കുന്നത്. ഇന്ത്യയിലെ ഏകദേശം ഒരു 100 പേരിൽ 29 പേർക്ക് ഈ മുട്ടുവേദന എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. നമുക്ക് മുട്ടിന്റെ ഭാഗം, കാൽമുട്ടിന്റെ ഭാഗം എന്നുള്ളത് കൈ വിരലുകളാണല്ലോ നമ്മുടെ ചികിത്സ മുഴുവനും. കയ്യിലെ മുട്ടിന്റെ ഭാഗം ഇതിന്റെ സെൻട്രൽ ഭാഗമാണ്. ഇത് ഇടത്തെ കാലിന്റെ മുട്ടും ഇത് വലത്തെ കാലിന്റെ മുട്ടുമാണ്. ഈ സെൻട്രൽ ഭാഗത്ത് തന്നെ നമ്മൾ ഒന്നുകിൽ നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഈ ഭാഗം അതിന് മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ കൊടുക്കുമ്പോൾ തന്നെ ഒരുവിധം നമുക്ക് മാറ്റം കുറയും. അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ ഈ വെയിറ്റിന്റെ കാര്യമൊന്നും മാനേജ് ചെയ്യേണ്ടി വരും. എന്താണെന്ന് വെച്ചാൽ ഓവർ വെയിറ്റ് നമ്മൾ ഉണ്ടെങ്കിൽ നമുക്ക് അതൊന്ന് കൺട്രോൾ ചെയ്യാം. അല്ലാണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാണ്ട് നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതിൽ തന്നെ നമുക്ക് കുറഞ്ഞ ഫ്രൂട്ട്സ് പോലുള്ള സാധനങ്ങൾ എടുക്കുക. ഏതാണ് കുറവുള്ളത് ഭക്ഷണങ്ങൾ, നമുക്ക് ഫാറ്റ് കുറവുള്ളത് നോക്കിയിട്ട് എടുക്കുക. നിങ്ങൾക്ക് ശരീരത്തിൽ തീരെ ഫാറ്റ് കുറഞ്ഞാൽ പോലും ഈ മുട്ടിന് എണീറ്റ് പോകുമ്പോൾ, നടന്നൊക്കെ പോകുമ്പോൾ, നൈറ്റൊക്കെ പോകുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ലൊരു നൈറ്റ് ആകുമ്പോൾ ഞാൻ പതുക്കെ ഇങ്ങനെ എണീറ്റ് പോകും. സ്ലോവിൽ എണീറ്റ് പോകുമ്പോൾ നമ്മൾ എത്ര സ്ലോവിൽ പോയാലും ഇവിടെ മാത്രം സൗണ്ട് വരും. പടപടാനുള്ളൊരു സൗണ്ട് മുട്ടിൽ മാത്രം വരും. അത് ഞാൻ അത് അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്തപ്പോൾ നല്ലൊരു എന്താ പറയുക, കൊളസ്ട്രോൾ തീരെ കുറഞ്ഞാലും അങ്ങനെ വരാം. തീരെ നമ്മുടെ ശരീരത്തിൽ ജോയിന്റിന്. അപ്പൊ നല്ലൊരു മട്ടൺ പോലുള്ള സാധനങ്ങൾ, ഇറച്ചി ഉള്ള സാധനങ്ങൾ ഒരു ദിവസം ഞാൻ കഴിച്ചു. അപ്പൊ അങ്ങനെ കഴിച്ച് കൊളസ്ട്രോളിന്റെ അളവൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ. ഒരുപാട് എല്ലാ ദിവസവും കഴിക്കുന്നതല്ല. അങ്ങനെ അളവ് നോക്കിയിട്ട് നമ്മൾ കഴിച്ചപ്പോൾ എന്തായിരുന്നു, അപ്പൊ 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ സൗണ്ട് ഉണ്ടായിരുന്നില്ല. അപ്പൊ ആ ജോയിന്റുകൾ നമുക്ക് എല്ലാ ജോയിന്റുകളും ഒരുവിധം ഇതായി. അപ്പൊ അതുകൊണ്ട് ആഴ്ചയിൽ ഒരിക്കലൊക്കെ നമ്മൾ കൊളസ്ട്രോൾ ഉള്ള സാധനങ്ങൾ ചെറുതായിട്ട് നമ്മൾ ശരീരത്തിൽ കൂട്ടുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതന്നെ ഓവർ വെയിറ്റ് എല്ലാ ദിവസവും കൂട്ടി നമുക്ക് ഓവർ വെയിറ്റ് ആകുമ്പോഴാണ് ഈ ജോയിന്റിലൊക്കെ നമ്മൾ ചുമക്കാൻ പറ്റാണ്ട് ഈ ഇടുപ്പിന്റെ ഭാഗത്തൊക്കെ ബാക്ക് പെയിൻ ഒക്കെ വരാൻ കാരണം അതന്നെ. ബാക്ക് പെയിൻ ഓവർ വെയിറ്റിന്റെ ഇവിടെ കാൽമുട്ടിൽ വരുന്ന പോലെ തന്നെ ഇവിടെയും ജോയിന്റിൽ വരുമ്പോൾ മുട്ടുവേദന വരാൻ കാരണമാകുന്നു. അപ്പൊ നമ്മൾ അതിലൊന്ന് ശ്രദ്ധിക്കാം. പിന്നെ നമുക്ക് ഈ കയ്യിൽ പറഞ്ഞ 2 കൈയിന്റെ ഭാഗത്തും റബ്ബർ ബാൻഡ് ഇടുക. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ്. ജസ്റ്റ് ഒന്ന് റബ്ബർ ബാൻഡ് ഒക്കെ ഇടുന്നതുകൊണ്ട് നമുക്ക് വലിയ നഷ്ടമൊന്നുമില്ലല്ലോ. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കാം. ഈ രണ്ടാമത്തെ ഇതിലാണ് കേട്ടോ പറഞ്ഞത്. ഈ 2 വിരലിന്റെ ഭാഗത്ത് ജസ്റ്റ് ഇതുപോലുള്ള ഒരു ടൂൾ എടുക്കുക. ടൂളൊന്നും ആവശ്യമില്ല, അല്ലെങ്കിൽ പേന കൊണ്ട് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. നിങ്ങളുടെ വിരലിന്റെ ഭാഗത്ത് ഈ 2 വിരലിന്റെ ഉള്ളുഭാഗം, ഇതാണ് കാലിന്റെ ഇടത്തെക്കാളും ഇത് വലത്തേക്കാളുമാണ്. പിന്നെ എൻ്റെ ഇടത്തെ കൈയാണ്. ഇടത്തേക്കാളിന്റെ ഈ ഭാഗമാണ് ഇതിന്റെ ജോയിന്റുകൾ. ഞാൻ റബ്ബർ ബാൻഡ് ഇടാൻ പറഞ്ഞത് ഇവിടെയായിരുന്നു. ഈ ജോയിന്റിൽ കുറച്ച് ടൈറ്റ് ആയിട്ട് ഇടുക. ഓവർ ടൈറ്റ് ആവരുത്, കുറച്ച് ടൈറ്റിൽ ഇടുക. ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ട് അത് എടുത്ത് കളയാം. അപ്പൊ അങ്ങനെ ഒരു 5 മിനിറ്റ് ഇടവിട്ട് നിങ്ങൾക്ക് ഇടാം. നിങ്ങൾക്ക് ഇതിൽ ഇതുപോലുള്ള ഇത് എടുക്കുക. പേനയായാലും കുഴപ്പമില്ല. ഇങ്ങനെ എടുക്കുക. ഇതിന്റെ ഭാഗത്ത് ഒരു കൈ ഇങ്ങനെ ഈ ഉള്ളിലേക്ക് വെച്ചതിന് ശേഷം ഇങ്ങനെ ഒരു പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ അതുപോലെ തന്നെ അവിടെയും ഒരു തരിയായിട്ടുള്ള ഇത് ഉണ്ടാവും. ഇവിടെയൊക്കെ മസാജ് ചെയ്ത് കൊടുക്കാം. ഇതിന്റെ സൈഡിലും അതിന്റെ മുൻവശത്തും ഈ ഭാഗത്തും, ഈ ഇടത്തെ കാലാണെങ്കിൽ ഈ കാലും വലത്തെ കാലാണെങ്കിൽ ഇവിടെയും. ഇതുകൂടാണ്ട് നമ്മുടെ ഈ കയ്യിലും ആ പോയിന്റ് തന്നെ ഉണ്ട്. ഇതിൽ ചെയ്തിട്ട് നിങ്ങൾക്ക് മാറിയില്ലെങ്കിൽ ഈ കയ്യിൽ ആ പോയിന്റുകൾ ചെയ്യാൻ പാടുന്നതാണ്. ഇതിന്റെ ഈ 2 കൈയിന്റെയും ഭാഗത്തും ഇങ്ങനെ മസാജ് ശരിക്കും ഒന്ന് പ്രസ് ചെയ്തിട്ട് നല്ല ഇതിൽ മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ബ്ലഡ് സർക്കുലേഷൻ ക്ലിയർ ആവും. എന്നാലും ഇത് മജ്ജയുടെ ഇത് കുറവ് കൊണ്ടാണോ, നിങ്ങൾക്ക് ഓവർ വെയിറ്റ് ആണോ ഉണ്ടെങ്കിൽ അത് നമുക്ക് വെയിറ്റ് കുറയ്ക്കേണ്ട ആവശ്യമുണ്ട്. അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ നോർമലാണ്, നിങ്ങൾക്ക് വേദനയുണ്ടെന്ന് വെച്ചാൽ ഇതൊക്കെ ചെയ്താൽ മതിയായിരുന്നു. ഇതിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്ത് നല്ല സ്മൂത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ ചെയ്യുന്ന പോലെ തന്നെ പ്രസ് ചെയ്യുക, മസാജ് ചെയ്യുക.
ഇത് ചുറ്റും ചെയ്യുക. അപ്പോൾ നമുക്ക് കുറച്ച് ഇത് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ, നമുക്ക് വേറെ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ല. ഈ 2 വിരലും തന്നെ നിങ്ങൾക്ക് മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സാധാരണ നോർമലായിട്ടുള്ള ആൾക്കാർ പുതിയ ഒരു ടൂളിന് കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ നമ്മുടെ സുജോക്ക് തെറാപ്പിയിൽ തന്നെ ഏറ്റവും ആവശ്യമുള്ള ഒരു ടൂളാണത്. ടൂൾ എന്ന് പറഞ്ഞാൽ ആകെ ഒരു റിങ്, സുജോക്ക് റിങ് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് വളരെ ആവശ്യമാണ് എല്ലാവർക്കും. എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് കാലുകളുടെയും കൈകളുടെയും വേദനകൾക്ക് ഇത് ഈ സാധനം ഉപയോഗിക്കാൻ പറ്റും. കാലിലാണ് വേദനയെങ്കിൽ ഇത് കാലിൻ്റെ ഭാഗം, നിങ്ങൾക്കറിയാം, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് കാലിൻ്റെ ഭാഗമാണ് വെച്ച്. ഇപ്പോൾ ഇത് ഇടത്തേക്കാളും ഇത് ഇടത്തേക്കാളും ഇത് വലത്തേക്കാളുമാണ്. ഇപ്പോൾ വലത്തേക്കാളിൻ്റെ മുട്ടിൻ്റെ ഭാഗത്താണ് വേദന എന്ന് വെച്ചാൽ ഇത് നമുക്ക് ഇതിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം. ഇത് എല്ലാ ഭാഗവും ഇങ്ങനെ ഒരു സ്പ്രിങ് പോലെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇത് നമുക്ക് എല്ലാ ഭാഗത്തും ഇത് നമുക്ക് ആമസോണിൽ വാങ്ങാൻ പറ്റും. ഞങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോറിൽ തന്നെ ഉണ്ടാവാം. ഇപ്പോൾ ഇതിൻ്റെ ഇതില്ലെങ്കിലും സുജോക്ക് റിങ്ങിന് നിങ്ങൾ ടൈപ്പ് ചെയ്താൽ തന്നെ അതിൽ വാങ്ങിക്കാൻ പറ്റും. നോർമലായിട്ട് തന്നെ നമുക്ക് ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ മൂവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം കാലിൻ്റെയും മുപ്പറ്റിൻ്റെയും എല്ലാ ഭാഗം ഇത് മുട്ടുവേദനയടക്കം ഈ ഇടത്തെ കാലിൽ നിന്നുള്ള എല്ലാ ഭാഗത്തും തന്നെ ഇങ്ങനെ മൂവ് ചെയ്യുന്നതുകൊണ്ട് ബ്ലഡ് സർക്കുലേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് നോർമലിലെത്തുകയും നിങ്ങൾക്ക് വേദന കുറേ മരുന്നില്ലാണ്ട്, മരുന്നുകളോ വേറെ സൈഡ് എഫക്റ്റും ഇല്ലാണ്ട് വേദന കുറയ്ക്കാൻ പറ്റുകയും എളുപ്പം ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. ഏതായാലും ഇപ്പോൾ ഇതിൻ്റെ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ലിങ്ക് ഞാൻ ഇതിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാൻ പറ്റും. വലിയ കാശൊന്നും വരില്ല. നിങ്ങൾക്ക് സെറ്റായിട്ട് മേടിക്കുമ്പോൾ തന്നെ 100-150 രൂപയുടെ ഉള്ളിൽ തന്നെ മറ്റേ സുജോക്കിൻ്റെ ജിമ്മിയും ഇതും കൂടി, സുജോക്ക് റിങ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതിങ്ങനെ മൂവ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു കുറവ് ഒരുവിധം കുറയാം, നിങ്ങൾക്ക് എളുപ്പമാവും. ഏതായാലും വീഡിയോ കണ്ടതിന് വളരെ നന്ദി. ഞാൻ ഇനി അടുത്ത വീഡിയോ ഇതിൽ തന്നെ സീഡ് തെറാപ്പി ഉണ്ട്, പിന്നെ ബാർ മാഗ്നറ്റ് വെച്ചിട്ടുള്ള തെറാപ്പി ഉണ്ട്, പിന്നെ നീഡിൽസ് കുത്തി വെച്ചിട്ടുള്ള മുട്ടുവേദനയ്ക്കുള്ളതുണ്ട്. അതൊക്കെ നമ്മൾ പിന്നീടുള്ള ചാപ്റ്ററിൽ അതിനെക്കുറിച്ചൊക്കെ പറയുന്നതായിരിക്കും. ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക.